നമസ്കാരം. ഇന്നത്തെ വിഷയം മിശ്ര നാടകവും വസ്ത്രധാരണ രീതിയും എന്നതാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പീഡനമേറ്റു വാങ്ങിയ ഒരു നടിയുടെ കഥയെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിസ എന്ന നാടകം അരങ്ങേറുകയുണ്ടായി. ഇത്തരം കഥകൾ ഏറെ അവതരിപ്പിച്ച് സമൂഹത്തെ ദുഷിപ്പിക്കുവാൻ ഇടതുപക്ഷ പ്രവർത്തകർക്കും അനുഭാവികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ഇടതുപക്ഷ ഭരണം എടുത്താൽ അടിയന്തരാവസ്ഥയേക്കാൾ പീഡന സാഹചര്യങ്ങളായിരുന്നു കേരളത്തിൽ നടമാടിയിരുന്നത് എന്ന് കാണാം. അടിയന്തരാവസ്ഥയുടെ പേര് പറഞ്ഞ് സ്വന്തമായി പോലീസും കോടതിയും ശിക്ഷ വിധിക്കലുമൊക്കെ നടപ്പിലാക്കി കേരളത്തെ സോമാലിയൻ ഭരണകൂട ഭീകരതയ്ക്ക് തുല്യമായ അവസ്ഥയിലാക്കി. വേണ്ടത്ര സംസ്കാരമോ വേണ്ടത്ര വിദ്യാഭ്യാസമോ വേണ്ടത്ര മാനേജ്മെന്റോ ഇല്ലാത്തവരുടെ കൂട്ടായ്മയായി ഇടതുപക്ഷ ഭരണകൂടം 21-ാം നൂറ്റാണ്ടിൽ മാറിയെന്ന് പറയാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിൽ കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് 5-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മുഖ്യമന്ത്രി കസേരയിൽ വാഴിച്ച് ലോക സമക്ഷം കേരള സമൂഹത്തെ തരം താഴ്ത്തുന്നതിൽ 21-ാം നൂറ്റാണ്ടിലെ ഇടതുപക്ഷം വിജയിച്ചു. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈഴവ സമൂഹം മുൻകൈയെടുത്ത് നടത്തിയ പ്രചാരവേലയിൽ കേരള സമൂഹം ചിന്തയുടെ വ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലുമായി. 21-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിൽ കേരള സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത ജനാധിപത്യ ധ്വംസനം നടമാടുകയായിരുന്നു. വേണ്ടത്ര സംസ്കാരമോ വേണ്ടത്ര വിദ്യാഭ്യാസമോ വേണ്ടത്ര മാനേജ്മെന്റോ ഇല്ലാത്തവരുടെ സംസ്ഥാന ഭരണകൂടം ഓഖി ദുരന്തവും വെള്ളപ്പൊക്കവും കോവിഡ് ദുരന്തവുമെല്ലാം സോമാലിയൻ ശൈലിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു. അടിയന്തരാവസ്ഥയെ പോലും നാണിപ്പിക്കും വിധം പ്രചാരവേലകൾക്കായി കോടികൾ ചിലവഴിച്ചു. എങ്ങും ലഹരിയുടെ ആധിപത്യത്തിൽ നമ്മുടെ സംസ്ഥാനം വിറകൊണ്ടോ കയ്യൂക്കും ഗുണ്ടായുസവും നാടെങ്ങും അരങ്ങേറി. സദ്ഭരണമെന്ന പ്രചാരവേലകൾക്ക് ഈഴവ സമുദായം എന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ പിൻബലത്തിൽ സംസ്ഥാനത്തെ സമൂഹത്തിനിടയിൽ നടത്തിയ പ്രചാരവേലകൾക്ക് ഭരണകൂടത്തിന്റെ കോടികൾ മുടക്കിയുള്ള PR വർക്കും സഹായകമായി. നാടക നടിയുടെ വസ്ത്രധാരണ രീതിയെപ്പറ്റി സംസ്ഥാനത്തെ പൊതുസമൂഹത്തിന് ആശങ്കയുണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ കേരളത്തെ കയ്യൂക്കും ഗുണ്ടായുസും ലഹരി സംസ്ഥാനവുമാക്കി മാറ്റിയവരാണ് ഇത്തരം നാടകത്തിന് പിന്നിൽ എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. പഴയകാല ജനാധിപത്യ നേതൃത്വം പടുത്തുയർത്തിയ പല നല്ല നിയമങ്ങളും ചവറ്റുകൊട്ടയിലിട്ട് അഴിമതിക്ക് വളക്കൂറുള്ള മണ്ണാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റി. 21-ാം നൂറ്റാണ്ടിലെ ഇടതുപക്ഷ ഭരണകൂടം ഇക്കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്തെ അങ്ങനെയൊക്കെ മാറ്റിയെടുത്തു. അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം ഏറ്റുവാങ്ങിയ നടിയുടെ കഥയെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മിസ എന്ന നാടകം സോമാലിയയോട് സമാനമായി മാറ്റാനുള്ള ഇടത് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ശ്രമങ്ങൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് തുടരുന്നു എന്ന് വെളിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.